ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രമുഖ ചാനലിൽ ഈ ഒരു സിനിമയുടെ എന്താ പറയുക അത്രയും നല്ലതല്ല എന്നുള്ള ലെവലിൽ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു റോസ്റ്റിംഗ് വീഡിയോ കാണുകയുണ്ടായി. അതുകൊണ്ട് ഞാനത് കാണാൻ മാറ്റി വെച്ചിരുന്നൊരു സിനിമയാണ് ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്ക് പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചാണ് എന്തെങ്കിലും ഒരു പടം കാണണ്ടേ, അവരൊരു ആക്ഷൻ പടം, ഒരു തട്ടുപൊളിപ്പൻ ആക്ഷൻ പടം കാണാമെന്ന് വിചാരിച്ചിട്ട് കണ്ടിരുന്നത്. 2.5 മണിക്കൂർ കിട്ടിലൻ എൻ്റർടൈൻമെൻറ്റ്. ഞാൻ ഏതാണ്ട് KGF-ൻ്റെ ആ ലെവലല്ലെങ്കിലും ആ ഒരു KGF-ൻ്റെ ആ ഒരു ലെവലിൽ ഒരു ഏകദേശം ഒരു ആവറേജ് ലെവലിൽ 50% ലെവലിൽ ഒരു ആക്ഷൻ, ഇമോഷണൽ, ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് സിനിമ കണ്ട ഒരു ഫീല്. അതിലൊരു മ്യൂസിക്, എൻ്റെ പൊന്നു കിട്ടില്ല മ്യൂസിക്. അത് ആ ഹെഡ്സെറ്റ് വെച്ച് ഞാനിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അത് തിയേറ്ററിൽ കണ്ടവരുടെയൊക്കെ ഒരു അവസ്ഥ. ബാലയ്യ എന്ന് പറഞ്ഞൊരു ആക്ടറെ പല കോമാളിത്തരങ്ങളും കാണിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇംഗ്ലീഷുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം കിട്ടിലനായിട്ടുണ്ട്. തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു പടമായിട്ട് ഡാക്കു മഹാരാജ് എന്നൊരു സിനിമ ഈ 2025 ജനുവരിയിൽ ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ ഞാനത് പിന്നെ കാണാമെന്ന് മാറ്റി വെച്ചൊരു സിനിമ എനിക്ക് എന്തുകൊണ്ട് എനിക്ക് തിയേറ്ററിൽ നിന്ന് മിസ്സായല്ലോ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഒരു തട്ടുപൊളിപ്പം പടം, ഒരു ജയിലറും അല്ലെങ്കിൽ ഒരു KGF-ൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടും ഒക്കെ കാണുന്ന ലെവലിൽ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. KGF ലെവലിൽ എന്ന് പറഞ്ഞാൽ അത് അത്രയും ലെവലല്ല കേട്ടോ, ഞാൻ ഉദ്ദേശിച്ചത് എക്സ്പീരിയൻസ് ആണ്, എനിക്ക് തന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കഥയിലേക്ക് വരുന്ന സമയത്ത് ഈ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി, നാനാജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ സീതാരാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാനാജി എന്ന് വിളിക്കാം. അപ്പോൾ ഇദ്ദേഹം ഒരു പെൺകുട്ടിയെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടിയുടെ വീട്ടുകാരെ സംബന്ധിച്ച് കുറച്ച് ഗുണ്ടകൾ വരുന്ന സമയത്ത് ഇദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് ജയിലിൽ നിന്നും പരോളിലിറങ്ങാനല്ല, അവിടുന്ന് ഒളിച്ചോടുക, അവിടുന്ന് ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് മാറ്റുന്ന സമയത്ത് അവിടുന്ന് രക്ഷപ്പെട്ട് ഈ കുട്ടിയുടെ പ്രൊട്ടക്ഷനായിട്ട് അവിടെ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ഈ കുട്ടിയെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കുടുംബത്തിനെ മൊത്തമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണ്ടകൾ വരുന്നു. അവരെ എതിർത്ത് നിൽക്കുന്ന സമയത്താണ് ഈ ഗുണ്ടകൾക്കും നമ്മുടെ നാനാജിക്കുമായിട്ടൊരു പാസ്റ്റ് സ്റ്റോറി ഉണ്ടായിരുന്നു. ആ പാസ്റ്റ് സ്റ്റോറി കിടിലനാണ് കേട്ടോ, ഭയങ്കര ഇമോഷണൽ കാര്യമാണ്. അതൊരു ഗ്രാമത്തിൽ ഒരു കുടിവെള്ളം ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് ഇദ്ദേഹം അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബോബി ഡിയോൾ അവതരിപ്പിക്കുന്ന വില്ലൻ കഥാപാത്രം ആ ഒരു ഗ്രാമത്തെ മൊത്തമായിട്ടും ചുട്ടരിച്ച് കളഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്തും ഇദ്ദേഹം ഒരു സാധാരണ ഒരു എഞ്ചിനീയർ ആയിരുന്നു, ഒരു വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡാക്കു മഹാരാജ് അവരുടെ ഒരു രക്ഷകനായിട്ടുള്ള ഡാക്കു മഹാരാജ് എന്നുള്ള ആ ഒരു റോളിലേക്ക് മാറുകയും ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിവെഞ്ച് തീർക്കുകയും ചെയ്യുന്നു. അങ്ങനെ കഥ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് വരെ ഒരു കിടിലൻ എൻ്റർടൈൻമെൻറ്റ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനത്തെ ഒരു ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടുള്ളൊരു സീനിലൊരു ഇമോഷണൽ ആ ഒരു വില്ലേജിലെ കഥ, ആ ഒരു വില്ലന്മാരെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്. നമുക്കിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു നോർമൽ കഥയായിട്ട് തോന്നും. ഈ ചില സിനിമകളുണ്ട് ഇങ്ങനെ ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന സിനിമകൾ, മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്നൊക്കെ പറയുന്നില്ല, ഫിലിം ഒരു മേക്ക് ബിലീഫ് അല്ലേ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സിനിമ നമ്മളെ മേക്ക് ബിലീവ് ആക്കി തന്നു. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പല ഷോട്ടുകളിൽ നിന്നും അദ്ദേഹം ഇടിക്കുന്ന സമയത്താണ്, ആക്ഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ചില ഷോട്ടുകളൊക്കെ ഉണ്ടാവും വെറുതെ ഒരു കാലുകൊണ്ട് ഇടിക്കുക എന്നുള്ള ആ ഒരു ഷോട്ട് മാത്രമേ കാണിക്കുള്ളൂ. പക്ഷെ ആ സമയത്ത് അദ്ദേഹം മൂവ് ചെയ്യുന്ന 2 കാല് ബാക്കോട്ട് വെച്ച് കൈകൊണ്ട് ഇടിച്ച് കാലുകൊണ്ട് ഇടിക്കുന്ന ആ ഒരു ആക്ഷൻ, അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ആക്ഷൻ സീനുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. അതുപോലെ തന്നെ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുന്ന സീനുകളിൽ ഓവറാക്കാതെ ചളമാക്കാതെ ബാലയ്യ എന്ന് പറഞ്ഞൊരു ആക്ടർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ വേറെ സിനിമകളൊന്നും ഞാൻ അങ്ങനെ മുഴുവനായിട്ട് കണ്ടിട്ടില്ല, സ്കിപ്പ് ചെയ്ത് ഫാസ്റ്റ് അടിച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ ഞാനിങ്ങനെ പാട്ടുകൾ വരെ ഞാൻ സ്കിപ്പ് ചെയ്യാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. കാരണം ഒരുപാട് ഷോട്ടുകളും സീനുകളും കൊണ്ട് സമ്പന്നമാണ് ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോം തിയേറ്റർ സിസ്റ്റമൊക്കെ വെച്ചിട്ട് തീർച്ചയായിട്ടും കണ്ടുപോക്കുക. നല്ലൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തതിൻ്റെ കാരണം ഇത് നമ്മളെ വിശ്വസിപ്പിച്ചു. അങ്ങനെയുള്ളൊരു ഒരു സൂപ്പർമാൻ കഥയാണ്, രജനീകാന്തിൻ്റെയൊക്കെ പോലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു കഥയാണ്. ആ ഒരു എത്ര വെടി വെച്ചാലും ഇദ്ദേഹത്തിന് കൊള്ളില്ല, ഇദ്ദേഹത്തിന് മാത്രം ഇടിച്ചു തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല, ഇതൊക്കെ ഒരു സ്ഥലത്തുണ്ട്. പക്ഷെ ആ സമയത്ത് അത് കഥയിലേക്ക് വരുന്ന സമയത്ത്, അതൊരു ആക്ഷൻ ഫിലിമിലേക്ക് വരുന്ന സമയത്ത്
നമ്മളെ വിശ്വസിപ്പിച്ച് അങ്ങോട്ട് തന്നു. ഇദ്ദേഹം ഒരു രക്ഷകനാവുകയും ഇദ്ദേഹം ആയി തീരുകയാണ്. അദ്ദേഹം ഒരു ഇടി ഇടിച്ച് കഴിഞ്ഞ സമയത്ത് താഴെ ചോരയൊന്നും വീഴാതെ താഴെ വീണ് കിടക്കുന്ന മനുഷ്യനൊന്നല്ല. ഇദ്ദേഹത്തിൻ്റെ മേലെ ചോര തെറിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന് താഴെ വീഴുന്നുണ്ട്, ഇദ്ദേഹത്തിന് ചെറിയ ആക്ടേഴ്സിനോട് വരെ തള്ളി കിട്ടുന്നുണ്ട്, ഇദ്ദേഹം കുതിരപ്പുറത്ത് ഓടുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും സിനിമയിലുണ്ട്. അതാണ് എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത്. ഒരു താരത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഇയാൾ കാല് വരുന്ന സമയത്ത് തീപ്പരി പാറുക, സരോജ് കുമാറൊക്കെ ചെയ്തതുപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സിനിമയിലുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ആ രോമാഞ്ചിഫിക്കേഷൻ വരുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടെ, കിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടെ, അതിന് പീപ്പിളി ഊതിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക്കാണെന്ന് ഫസ്റ്റ് തോന്നുമെങ്കിലും അത് ആ സിനിമയുടെ സീനും അതിൻ്റെ മുന്നത്തെ സീനും അതിന് ശേഷമുള്ള സീനുകളൊക്കെ കണക്റ്റായിട്ട് ആ സീന് വരുന്ന സമയത്ത് ഓസം. ഞാൻ എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ ഈ സിനിമ നിങ്ങൾ മറ്റുള്ള റിവ്യൂസുകളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ബാലയ്യയുടെ ഒരു കോമാളിത്തരമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോപ്പാക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മാറ്റി വെച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. ഇതൊരു കിടിലൻ സിനിമയാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് വർക്കായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ആക്ഷൻ സിനിമ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു സിനിമയും അതിന് ജോണർ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു കോമഡി പടമാണ്, ഇതൊരു ഹൊറർ പടമാണ്, അപ്പോൾ ഇതിലിങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷെ അത് വർക്കാവണം. ആ ഒരു സീന് അവരുദ്ദേശിച്ച കഥാകൃത്തും ഡയറക്ടറും ആക്ടറും കൂടെ ഒരുമിച്ച് വിചാരിച്ച് അത് ഒരു സീനോ അല്ലെങ്കിൽ ഒരു ഷോട്ടോ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേ അത് വർക്കാവുള്ളൂ. അത് വർക്കാവണം. വർക്കായിട്ടില്ലെങ്കിൽ അതൊരു വേസ്റ്റ് പടമായിട്ട് മാറും. അങ്ങനത്തെ സിനിമകളും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അത്തരം സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ ഡാക്കു മഹാരാജ് എന്ന ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം. സീ യു.